ഗാലക്സി ബഡ്സ് 4 പ്രോ എന്ന സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയർഫോൺസിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് നല്ലൊരു ഇയർഫോണാണ്. ഇനി ഇത് വാല്യൂ ഫോർ മണി ആണോ, അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കാണാം. ഈ ഒരു ഇയർഫോണിൽ ഒരു ഡ്യുവൽ ഡ്രൈവർ ഓഡിയോ സിസ്റ്റമാണ് വരുന്നത്. അതായത് 2 സ്പീക്കർ ഉണ്ട്. അതിലൊന്ന് ഒരു ട്യൂട്ടറാണ് 5.5 mm സൈസിലുള്ളത്, മറ്റൊന്ന് 11 mm സൈസുള്ള ഒരു വൂഫറാണ്. സോ ഈ 2 ഡ്യുവൽ ഡ്രൈവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ട്രേബിളിൽ നോക്കുകയാണെങ്കിലും ബേസ് നോക്കുകയാണെങ്കിലും രണ്ടും ബാലൻസ്ഡ് ആയിട്ട് നല്ല ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ ഒക്കെ ഉള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഓഡിയോ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇയർഫോണിന് നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. 24 ബിറ്റ് 96 kHz ഒരു സപ്പോർട്ട് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല HD ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം വരുന്നത്. എന്നാൽ ഈ ഒരു ഓഡിയോ പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂസിക് സിസ്റ്റങ്ങളോ അല്ലെങ്കിൽ നമുക്കിതിൻ്റെ മ്യൂസിക് സോഫ്റ്റ്വെയറുകളോ ഓൺലൈൻ മ്യൂസിക് ആപ്പൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ആപ്പുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ ഒരു എക്സ്പീരിയൻസ് നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇതിലെ അഡാപ്റ്റീവ് ഈക്വലൈസർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോ സോങ്ങിനനുസരിച്ച് നമ്മുടെ ചെവിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ആ ഒരു മ്യൂസിക് ഓട്ടോമാറ്റിക്കലി ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാ പാട്ടുകൾക്കും നമ്മൾ സാധാ ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ പാട്ടുകൾക്കും ഒരേ ബേസ്, എല്ലാ പാട്ടുകൾക്കും ഒരേ ഫീൽ ആയിരിക്കും. എന്നാൽ ഇത് ഓരോ മ്യൂസിക്കിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരുന്ന പോലത്തെ ഒരു ഈക്വലൈസറായിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓരോ പാട്ടിനെ എങ്ങനെ കേട്ടാലാണ് അത് ബ്യൂട്ടിഫുൾ ആവുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി ഈക്വലൈസറാണ് ഓരോ പാട്ടിനും ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ സാംസങ്ങിലെ ഇയർഫോൺസിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിലത്തെ ANC-യും അതുപോലെ തന്നെ ആംബിയൻറ്റ് സൗണ്ട് മോഡ് എന്ന് പറയുന്നത്. ANC അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ANC കിട്ടുന്നുണ്ട്. എന്നാൽ സാംസങ് ഒഫീഷ്യലി ഇതിന് എത്ര ANC റിഡക്ഷൻ വരുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അതായത് നോർമലി നമ്മളൊരു ഹെഡ്സെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ 30 to 35 dB ആണ് റിഡക്ഷൻ, അല്ലെങ്കിൽ 50 dB ആണ് റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ സാംസങ് ഇത് ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടില്ല. എന്നാൽ പല ലീക്സിലും പറയണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഒഫീഷ്യലി ഇതിൻ്റെ ANC ആയിട്ട് പറയുന്നത് 30 to 35 dB ആണ്. സോ അത് ഈ പ്രൈസ് റേഞ്ചിൽ ഒരു 50 dB എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും തോന്നി. കാരണം വേറെ കുറേ ബ്രാൻഡുകൾ ഇതിനേക്കാൾ പ്രൈസ് കുറഞ്ഞ രീതിയിൽ ANC അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആംബിയൻ സൗണ്ട് അത് അടിപൊളി തന്നെയാണ്. നമ്മൾ സാംസങ്ങിൻ്റെ തന്നെ ഒരു ഡിവൈസാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെ ആംബിയൻ സൗണ്ട് മോഡ് വേറെ ലെവലാണ്. കാരണം നമുക്ക് ആംബിയൻ സൗണ്ട് മോഡിൻ്റെ സൗണ്ട് കൂട്ടാൻ പറ്റും. ഇപ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ ക്യാപ്ചർ ചെയ്ത് നമുക്ക് എൻഹാൻസ് ചെയ്ത് തരും. സോ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഇയറിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇതിന് ആംബിയൻ മോഡ് ഓണാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു സൗണ്ട്, ഇപ്പോൾ ഒരാൾ സംസാരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നുള്ള സൗണ്ട് ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അത് എൻഹാൻസ് ആയിട്ട് നമ്മുടെ ചവിട്ടിലേക്ക് വരും. സോ അത്രയും അടിപൊളി ഒരു ഫീച്ചറാണ് ഇതിൽ ആംബിയൻ മോഡ് എന്ന് പറയുന്നത്. അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ANC-യും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ANC കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലൊരു സ്മാർട്ട് ഫീച്ചറായിട്ട് പറയുന്ന സംഭവമാണ് ഹെഡ് ജസ്റ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കോളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഹെഡ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക അല്ലെങ്കിൽ നോഡ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. സോ അതൊരു അടിപൊളി ഫീച്ചറായിട്ട് തോന്നി. അതിന് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും, ആൾക്കാർ കാണുമ്പോൾ എന്താണെന്ന് വിചാരിക്കും. സോ അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറൊക്കെ നമ്മുടെ ഈ ഒരു ബഡ്സ് 4 പ്രോയിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മളിങ്ങനെ പബ്ലിക്കിൽ നിന്നുകൊണ്ടിരിക്കാന്നിരിക്കുക, അങ്ങനെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സൈറനൊക്കെ അടിച്ചു വന്നിരിക്കുക. നമ്മളിപ്പോൾ പാട്ടൊക്കെ ഫുൾ വോളിയത്തിലിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വേറെ പുറത്തുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെന്നിരിക്കുക. ആ ഒരു സമയത്ത് പോലും നമ്മുടെ എക്സ്റ്റേണലി വരുന്ന എന്തെങ്കിലും സൈറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്, വാർണിംഗ് മെസ്സേജസ് ഒക്കെ ഇവൻ കേട്ടിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആംബിയൻ സൗണ്ട് മോഡ് ഓൺ ആക്കുന്നതാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഫീച്ചർ പറയുന്നുണ്ട്. സോ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു യുദ്ധം വരികയാണ്, ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണെങ്കിൽ പുള്ളി ഓട്ടോമാറ്റിക്കലി അത് ആംബിയൻ മോഡിലേക്കൊക്കെ മാറ്റി തരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണായിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ബിക്സ്പി ആയിട്ട് ഭയങ്കര കോമ്പാറ്റബിൾ ആണ്. അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റായിട്ടൊക്കെ കോമ്പാറ്റബിൾ ആണ്. അങ്ങനെ നമ്മുടെ AI അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് ഈ ഒരു സംഭവത്തിന് പെട്ടെന്ന് തന്നെ കണക്ഷൻ വന്ന് സിങ്ക് ആവാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നത് ബ്ലൂടൂത്ത് 6.1 ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലോങ് റേഞ്ചിലേക്കും നല്ല
കണക്ഷനൊന്നും ബ്രേക്ക് ആവാത്തുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോൺ ഈ സംഭവം ഒരിക്കൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോണാണെങ്കിലും നമ്മൾ ജസ്റ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് 6.1ൻ്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും അത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓഡിയോ കൊഡാക്ക് നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള SSC കൊഡാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ ഡിവൈസുകളാണെങ്കിലോ അല്ലെങ്കിൽ നല്ല ഹൈ സ്ട്രീമിംഗ് ഡിവൈസുകളിലൊക്കെയുള്ള ആ ഒരു ക്വാളിറ്റി നമുക്ക് ലോസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവം വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ സ്പേഷ്യൽ ഓഡിയോ പരിപാടി ഇതിൽ അടിപൊളിയാണ്. നമ്മൾ സാംസങ്ങിൻ്റെ ഡിവൈസാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്തെ നമ്മൾ ഇവിടെ നിന്നായിരിക്കും നമ്മുടെ ആ ഒരു സൗണ്ട് സോഴ്സ് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇയർഫോൺ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ചെവിക്ക് അത് കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് ആ ഒരു ഓഡിയോ സോഴ്സ് വരണേ എന്നുള്ള പോലത്തെ ഒരു സെറ്റപ്പ് നമുക്ക് തോന്നിപ്പിക്കും. അതാണ് ആ ഒരു സ്പേഷ്യൽ ഓഡിയോ എന്ന് പറയുന്ന സംഭവം. അത് നല്ല അടിപൊളി പരിപാടിയായിട്ട് തോന്നി. പിന്നെ ഓറാകാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ മാതിരി സാംസങ്ങിൻ്റെ ഡിവൈസിൽ നിന്നൊക്കെ ഈ ഒരു ഓഡിയോ ബ്രോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ട്. അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടി ഡിവൈസ് ഒക്കെ കണക്ഷൻ വരുമ്പോൾ ഇതിന് നല്ലൊരു കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. സോ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ളൊരു ഓഡിയോ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്പേഷ്യൽ ഓഡിയോ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ തരുന്നത്. ഞാൻ മുന്നേ ഒരു സാംസങ്ങിൻ്റെ ബഡ് 2 ഉപയോഗിച്ചിരുന്നു. അതിലും നമുക്ക് ആ ഒരു സ്പേഷ്യൽ ഓഡിയോ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിച്ചിരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ ഐഫോണിലേക്ക് മാറിയ സമയത്ത് ആ ഒരു സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് എനിക്ക് അതിൽ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണുകളിൽ തന്നെയായിരിക്കും ആ ഒരു സപ്പോർട്ട് വരാനുള്ള സാധ്യതയുള്ളൂ. മേ ബി മറ്റേ ആൻഡ്രോയിഡ് ഫോൺസിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും iOS-ലേക്ക് ഇതിൻ്റെ ഒരു ഫീച്ചർ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബഡ്സ് 4 Pro എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഇയർഫോൺ നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ANC മോഡ് ഓൺ ആക്കിയിട്ടാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം അങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ചാർജിങ് ടൈം കിട്ടുക ഒരു 7 hours ഒക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ANC തീരെ ഉപയോഗിക്കുന്നില്ല, അല്ലാതെയുള്ള ഒരു ഓഡിയോ റിഡക്ഷൻ കാര്യങ്ങളൊക്കെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏകദേശം ഒരു 26 hours അടുത്തൊക്കെ കിട്ടുന്നതാണ് റിവ്യൂവേഴ്സ് പറയുന്നത്. സോ ഞാൻ അത്രയും അവറിലേക്ക് ഞാനിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക്, അതൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പ്ലേ ബാക്ക് ടൈം കിട്ടുന്നതാണ് പറയുന്നത്. സോ നോർമലി നമുക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടും. നമ്മൾ ഒരു ദിവസം ഈ ഫോൺ ഒരു ദിവസം നമ്മളിത് ചാർജ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ വെറുതെ ചുമ്മാ വർക്കിൻ്റെ ഇടയിൽ പാട്ട് കേൾക്കുക, തിരിച്ച് നൈറ്റും പാട്ട് കേൾക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ പോലും നമുക്ക് ഇതിൻ്റെ ചാർജ് കുറയുന്ന പരിപാടിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു സുഖമായിട്ട് 2-3 ദിവസമൊക്കെ നല്ല പാട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു പ്രോ മോഡൽ നമുക്ക് IP57 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇത് പോക്കറ്റിലിട്ട് പെട്ടെന്ന് മഴ നനയുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു വെള്ളം വരിക, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലെ കേസ് ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് വരുന്നത്. കണ്ട, ഇതുപോലെ ട്രാൻസ്പാരൻ്റ് ആണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ ഒരു ബ്ലാക്ക് കേസാണ് വരുന്നത്. നമുക്ക് ചാർജിങ് പോർട്ട് റിയർ സൈഡിൽ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ടുവരാമെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ലോ പ്രൈസ് റേഞ്ചിലൊക്കെ കുറേ കമ്പനിക്കാർ നല്ല കിടിലൻ മോഡൽ ഇയർഫോൺസ് ഇറക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. എന്നാലും നമ്മൾ ചവിട്ടിൽ വയ്ക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ അതുപോലെ ചവിട്ടിൽ നിന്ന് ചാടി പോകണ പോലത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ എങ്ങനെ തലകുത്തി പറഞ്ഞാലും ഇത് ഈസിയായിട്ട് ചവിട്ടിൽ ഇരുന്നോളും. സോ ഇതൊക്കെയാണ് ഡിസൈനിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഇയർ ടിപ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിലിക്കൺ ടിപ്സ് ആണ് വരുന്നത്. അത്യാവശ്യം കംഫർട്ടബിൾ ആണ് വെക്കുമ്പോൾ. ഇതിൻ്റെ ആ ഒരു എർഗണോമിക്സ് ഡിസൈനൊക്കെ നോക്കുമ്പോൾ അടിപൊളി തന്നെയാണ്, അതിലൊന്നും യാതൊരു തർക്കമില്ല. പിന്നെ നമുക്ക് Qi2 വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാലക്സി ഡിവൈസ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അവിടെ വയർലെസ് പവർ ഷെയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി ഇത് നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ പറ്റും. സോ ഇത് നല്ലൊരു ഹെഡ്സെറ്റിനായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഇതിനേക്കാൾ ബേസി ആയിട്ടുള്ള ഇയർഫോൺസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് അത്ര ബേസി അല്ല, എന്നാൽ നല്ല ട്രബിളൊക്കെ ഉള്ള നല്ല നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഈക്വലൈസർ മോഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു സാധനമായിട്ട് തോന്നുന്നത്. അതായത് ബേസ് ഓവറല്ല, ട്രിബിൾ ഓവറല്ല, പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഒക്കെ വേറെ ലെവലാണ്. ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻസ് ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾ പാട്ട് നോർമൽ ഒരു ലോ ബഡ്ജറ്റ് ഹെഡ്ഫോണിലൊക്കെ കേട്ടിട്ട് ഇതിൽ കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കൂടുതൽ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞുതരാനുള്ള ഒരു നോളജ് ഇപ്പോൾ ലെവലിലില്ല. കാരണം ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് പല സാധനങ്ങൾ റിവ്യൂ ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇതിൻ്റെ കമ്പാരിസൺ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് അതിനൊരു ആൻസർ തരാൻ പറ്റില്ല. സോ എന്തായാലും ഇത് കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ ഫോർ മണി ഹെഡ്ഫോൺ ആണോ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൽ എന്താ പറയുക, ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് അവിടെയും നമുക്ക് ഒരു ആൻസർ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പല ലോ ബഡ്ജറ്റ് സാധനങ്ങളിലും ഇപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോസ് കേൾക്കുന്നുണ്ട്. സോ ഇതെന്ന് പറഞ്ഞാൽ സാംസങ് ബ്രാൻഡ് വേണം, ഒരു ബ്രാൻഡഡ് ഇയർഫോൺ വേണം.
എന്നാൽ അത്യാവശ്യം എന്താ പറയുക, നിങ്ങൾ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്ത് പാട്ട് കേൾക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നല്ല ക്യാപ്ചർ ചെയ്ത് കേൾക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അടിപൊളി ഓപ്ഷനാണ്. എന്തായാലും നമ്മുടെ ആപ്പിളിൻ്റെ ഇയർപോഡ്സ് ഒക്കെ എടുക്കുന്നേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി എനിക്കിതിൽ ഫീൽ ചെയ്തു ഒറ്റ തവണ കേട്ടപ്പോൾ. ഞാൻ ഇയർപോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു ക്വാളിറ്റി എനിക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ രണ്ടിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് മെയിനായിട്ട്. പിന്നെ ഉണ്ട് കേട്ടോ കുറേ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനിതൊക്കെ മെയിനായിട്ട് തോന്നിയിട്ടുള്ള ചില ഫീച്ചേഴ്സ് പറയുന്നുള്ളൂ. വളരെ മൈന്യൂട്ടായിട്ടുള്ള നമ്മളെ ചുവടുന്ന് എടുത്ത് കഴിഞ്ഞാൽ ഓഡിയോ നിൽക്കുക, അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ഉണ്ട്. സോ കുറേ ജസ്റ്റേഴ്സ് വർക്കാവും, വോളിയത്തിന് വേണ്ടി ജസ്റ്റർ ഓണൊക്കെ, പാട്ട് പോസ്റ്റ് ചെയ്യാൻ, പാട്ട് നെക്സ്റ്റ് അടിയാൻ, അതൊക്കെ ഇപ്പോൾ എല്ലാത്തിലും ഉള്ളവരെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. നല്ലൊരു പ്രീമിയം ലെവൽ സാധനം നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ബഡ്സ് 4 പ്രോയിലേക്ക് പോകാവുന്നതാണ്. ഇനി ഇതിലെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള 2 ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഹെഡ്ഫോൺ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് സാംസങ്ങിൻ്റെ തന്നെ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തിരിക്കും ബെറ്റർ. എന്നാലേ അതിൻ്റെ ഫീച്ചർ 100% നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സാംസങ്ങിൽ ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ANC മോഡ് ഓൺ ആക്കിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ബാറ്ററി ബാക്കപ്പ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ANC സപ്പോർട്ടുകൾ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് ഇതൊരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ ANCയുടെ വാല്യൂ ഇവർ പ്രോപ്പറായിട്ട് പുറത്തുവിട്ടിട്ടില്ല. പിന്നെ ഇതിന് ഡിസൈൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാമെന്ന് തോന്നി. അതുപോലെ തന്നെ ചുവട്ടിലേക്കുന്ന എർഗണോമിക്സ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഓരോരോ ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് തോന്നുന്നുണ്ട്. കുറേ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം ചെറിയ നെഗറ്റീവ്സ് ഉണ്ട്. എന്നിരുന്നാലും ഇത് എന്തായാലും നിങ്ങൾ നേരിട്ട് പോയിട്ട് സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററിൽ നേരിട്ട് പോയിട്ട് അതൊന്ന് കേട്ട് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. നമുക്ക് ഈ പറഞ്ഞ മാതിരി കുറേ ഹെഡ്സെറ്റ്സ് യൂസ് ചെയ്താലും എന്നാലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പ്രോപ്പർ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ചെറിയ റിവ്യൂവിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാൻ വരികയും ബൈ ജിനോ ടെക്ലോക്സ്.